നെക്സ്റ്റ് സീരീസിലെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലയന്റ് കോമ്പോണൻസും സെർവർ കോമ്പോണൻസും ഇൻ ഡീറ്റെയിൽ ആയിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെർവർ കോമ്പോണൻസിന് ഇന്ററാക്ഷൻസ്, അതായത് ഇപ്പോൾ ഇവന്റ് ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ റിയാക്ട് ഹുക്സ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ മാനുവലി ഈ കോമ്പോണന്റിനെ യൂസ് ക്ലയന്റ് ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യണമെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർവർ ആക്ഷൻസ് ആണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ സെർവർ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു. അതായത് സെർവർ സൈഡ് കോമ്പോണൻസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഹുക്സും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അസിൻകോപ്പേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡാറ്റ ഫെച്ച് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ JSON പ്ലേസ് ഹോൾഡറിന്റെ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു API ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു API എൻഡ് പോയിന്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ടൈം സിനാരിയോയിലാണെങ്കിൽ ഇപ്പൊ ഫോം സബ്മിഷൻ ഇതിലൊക്കെ ഒരു ഡാറ്റാബേസ് മ്യൂട്ടേഷൻ വരൂലേ, എങ്ങനെയാണ് ഒരു മ്യൂട്ടേഷൻ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് ഈ ഒരു API യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നമുക്ക് ഡാറ്റ ഫെച്ചിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ mockAPI.io എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ സൈറ്റിൽ പോയിട്ട് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പൊ എന്റെ ലിമിറ്റ് തീർന്നു, അതുകൊണ്ടാണ് പെയ്ഡിന്റെ കാണിക്കുന്നത്. നോർമലി ഈ ഒരു ഫോർമാറ്റിലായിരിക്കും കാണിക്കുക. അതായത് എഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രൊജക്ട് നെയിം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു APIയിൽ എത്ര ഫീൽഡ് ആണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ നമ്പർ ഓഫ് ഫീൽഡ്സ് കൊടുക്കുക. എനിക്ക് ID നെയിമും മാത്രം മതി. ബൈ ഡിഫാൾട്ട് ഇവർ ഒരു 5 ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കൂടാതെ അഡീഷണൽ ഫീൽഡ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഡിഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ID നെയിമും ഫസ്റ്റ് ഈ സൈറ്റിൽ നിന്ന് ഫെച്ച് ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ID നെയിം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. അതായത് ഈ APIയിലേക്ക് നമുക്കൊരു കസ്റ്റം വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ബൈ ഡിഫാൾട്ട് എത്ര യൂസേഴ്സ് വേണമെന്ന് കൊടുക്കാം. ഇപ്പൊ നമ്മളിവിടെ ബൈ ഡിഫാൾട്ട് ഒരു 18 യൂസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു API URL എൻഡ് പോയിന്റ് കിട്ടും. ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു URL. നമ്മൾ 18 യൂസേഴ്സ്, ഇപ്പൊ ഇവിടെ നമുക്ക് യൂസേഴ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ 21 യൂസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ 21 യൂസേഴ്സ്. നമ്മുടെ ആവശ്യാനുസരണം പേജിനേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ യൂസേഴ്സിന് കൊടുക്കാം. അപ്പൊ എന്താണ് സെർവർ ആക്ഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ സാധാരണ അസിൻക്രണസ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാറില്ലേ, അതേപോലെ ഒരു അസിൻക്രണസ് നോർമൽ ഫംഗ്ഷൻസ് തന്നെയാണ്. പക്ഷേ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലായിരിക്കും. അതായത് ഈ സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് ഡിഫൈൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോമ്പോണൻസിൽ നിന്ന് പറ്റും. നോർമലി നമ്മൾ ചെയ്യുന്നത് ഒരു ഡാറ്റാബേസ് അപ്ഡേഷൻസ് ആണെങ്കിലും വരുമ്പോൾ ബാക്ക് എൻഡിലേക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് ബാക്ക് എൻഡിൽ ഒരു സെപ്പറേറ്റ് APIയിൽ ഇത് പ്രോസസ് ചെയ്ത് ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് മെക്കാനിസം ഫോർമാറ്റിലായിരിക്കും. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഡയറക്ട്ലി ഈ ഒരു സെർവർ സൈഡ് കോമ്പോണന്റിന്റെ കോൺസെപ്റ്റ് നമുക്ക് സെർവർ സൈഡിൽ തന്നെ ഡിഫൈൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. എവിടെ യൂസ്ഫുൾ ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോം സബ്മിഷൻസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് അപ്ഡേഷൻസോ ഇങ്ങനെ സെർവർ സൈഡ് ലോജിക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെർവർ കോമ്പോണൻസിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് വീഡിയോയിൽ ചെയ്ത പോലെ ഈ ഒരു APIന്ന് ഫസ്റ്റ് യൂസേഴ്സിനെ എടുത്ത് ഒരു ലിസ്റ്റിലേക്ക് റെൻഡർ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പ്രൊജക്റ്റിലേക്ക് തിരിച്ചു വന്നിട്ട് ആ ഫോൾഡറിന്റെ അണ്ടറിൽ ഫസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. സെർവർ ആക്ഷൻ യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിനകത്ത് page.js ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതില് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഒരു page.js ഫയൽ ഓൾറെഡി ഡാറ്റ ഫെച്ചിങ്ങിന്റെ കോൺസെപ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ. സെയിം കോഡ് തന്നെ ഇവിടെ റീയൂസ് ചെയ്യാം. യൂസർ പേജിന് പകരം ഞാൻ യൂസർ സെർവർ ആക്ഷൻ എന്നൊന്ന് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ URL എഡിറ്റ് ചെയ്യണം. പ്ലേസ് ഹോൾഡറിന് പകരം നമ്മളിപ്പോ mockAPI ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എൻഡ് പോയിന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് ബ്രൗസറിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റർ ചെയ്യുക npm run dev. സെർവർ ആക്ഷൻ യൂസർ കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരു യൂസർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാ യൂസേഴ്സും നമ്മളിപ്പോ ഈ APIയിൽ കണ്ട ഈ 21 യൂസേഴ്സും നമ്മുടെ ഈ ഒരു ഇന്റർഫേസിൽ റെൻഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ യൂസറിനെ ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു എൻഡ് പോയിന്റിലേക്ക് പുതിയൊരു യൂസറിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അവിടെയാണ് നമ്മൾ സെർവർ ആക്ഷൻ എഴുതുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫോം ക്രിയേറ്റീവ് ആണ്. ഇതിൽ 2 കൺട്രോൾസ്, ഒരു ഇൻപുട്ട് ബോക്സ് ഒരു ബട്ടണും ഉണ്ടാവും. ഇൻപുട്ട് ബോക്സിൽ നമുക്ക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് പോയിന്റിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുന്ന ആ ഒരു HTTP പോസ്റ്റ് റിക്വസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. HTML ഫോം ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ടെയിൽവിന്റെ ക്ലാസ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഞാനൊരു കണ്ടെയ്നർ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. CSS സെറ്റ് ചെയ്യുന്നു. ഈ ഡിവിഷന്റെ അകത്താണ് ഞാൻ ഒരു ലേബലും ഒരു ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലേബലിന് ഒരു CSS ക്ലാസ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇൻപുട്ട് ബോക്സ്, നെയിം ആട്രിബ്യൂട്ട് ഞാൻ നെയിം എന്ന് തന്നെയാണ്, യൂസർ നെയിം ആണല്ലോ എൻ്റർ ചെയ്യുന്നത്, നെയിം എന്ന് തന്നെ കൊടുക്കുന്നു. ടൈപ്പ് പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബോക്സ്, ഒരു CSS സെറ്റ് ചെയ്യുകയാണ്. ഫൈനലി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ്, ടൈപ്പ് സബ്മിറ്റ്, CSS ക്ലാസ് എടുക്കാം. ഇന്റർഫേസിൽ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഇൻപുട്ട് ബോക്സും സബ്മിറ്റും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു സബ്മിറ്റ് ഇവന്റ് എഴുതണം അല്ലേ. അതായത് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഈ ഒരു URL-ലേക്ക് ആഡ് ചെയ്ത് വരണം. അതായത് ഈ എൻഡ് പോയിന്റിൽ വന്നിട്ട് ഈ നെയിമും കൂടെ ഈ അരയിൽ സെറ്റ് ആയി വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെർവർ ആക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അതൊരു അസിങ് ഫംഗ്ഷൻ ആണെന്ന്. ഫസ്റ്റ് നോർമൽ ഒരു അസിങ് ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് യൂസർ എന്നാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഫോം ഡാറ്റ ആയിരിക്കും. അതായത് നമ്മൾ നെക്സ്റ്റ് കേസിൽ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട്, JSON ഫോർമാറ്റിലല്ല, ഒബ്ജക്റ്റ് ആയിട്ട് നമുക്കൊരു ഫോമിന്റെ കംപ്ലീറ്റ് ഡാറ്റ കിട്ടും. അതിൽ നമുക്ക് ഓരോ ഇൻപുട്ട് എലമെന്റിന്റെയും നെയിം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിന്റെ അകത്ത് നമ്മൾ യൂസ് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ്, നമ്മൾ യൂസ് ക്ലയന്റ് എന്ന് കൊടുത്ത പോലെ യൂസ് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതൊരു സെർവർ സൈഡ് ഫംഗ്ഷൻ ആണ്. സെർവർ സൈഡിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലയന്റ് സൈഡിലേക്ക് ഒരു ഫംഗ്ഷൻ ലോജിക് എക്സ്പോസ് ചെയ്യില്ല എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സെർവർ ആക്ഷനിലെ, അതായത് ഇതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. അതായത് സെർവർ ആക്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഒരു യൂസ് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്റ്റീവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഞാൻ ഈ ഒരു ഫോം ഡാറ്റനെ ആക്സസ് ചെയ്യുവാണ്. നെയിം ഈക്വൽ ടു ഫോം ഡാറ്റ ഡോട്ട് ഗെറ്റ് ഓഫ് നെയിം കൊടുക്കുക. ഫൈനലി നമ്മൾ ഈ ഒരു ഡാറ്റനെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു ഫെച്ച് API തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫെച്ച് ഫസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട URL കൊടുക്കുക. നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. URL തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ പോസ്റ്റ് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡാറ്റയും ഹെഡേഴ്സ് ഒക്കെ. അപ്പൊ മെത്തേഡ് പോസ്റ്റ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുട്ട് മെത്തേഡ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഹെഡേഴ്സ് സെറ്റ് ചെയ്യുവാണ്. ആപ്ലിക്കേഷൻ JSON. ഫൈനലി സെൻഡ് ചെയ്യേണ്ട ഡാറ്റ കൊടുക്കുക. ബോഡിയിൽ സ്ട്രിംഗിഫൈ JSON ഡോട്ട് സ്ട്രിംഗിഫൈ ഓഫ് നെയിം കൊടുക്കുക. ഇവിടെ ID ഈ ഒരു സൈറ്റ് ഓട്ടോ ജനറേറ്റ് ചെയ്തോളും. നമ്മൾ ഈ നെയിം മാത്രം കൊടുത്താൽ മതി. എഗെയിൻ നമുക്ക് ബ്രൗസറിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ പോസ്റ്റിംഗ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ഞാൻ ഫസ്റ്റ് ഒരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എലോര ജോസഫ് എന്നാണ് ഓർക്കുന്നത്. സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരില്ല. നമ്മൾ പേജ് റിഫ്രഷ് ചെയ്യണം. റിഫ്രഷ് ചെയ്യുമ്പം ആ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു റിയൽ പ്രോജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഫോമിൽ ഒരു സബ്മിഷൻ നടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കസ്റ്റം കോഡ് എഴുതി കൊടുക്കും. ഈ ഒരു ഡോക്യുമെന്റ് ഒക്കെയാണ് ജനറേറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ പുതിയ ഡോക്യുമെന്റ് റിഫ്രഷ് ചെയ്ത് ആ പേജിലേക്ക് ഡാറ്റ ലോഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റിന്റെ മേലെ ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ ആ ഡോക്യുമെന്റ് നമ്പർ ബേസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് നടക്കണം. അതായത് വൺസ് ഈ അപ്ഡേറ്റ് നടക്കുമ്പോഴേ ഈ ഒരു ലിസ്റ്റിലേക്ക് ഈ ഒരു നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന നെയിം റിഫ്രഷ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് റീവാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അതായത് ഫോഴ്സ്ഫുള്ളി ഡാറ്റ റീഫെച്ചിങ് നടക്കുവാണ്. അതായത് ഓട്ടോമാറ്റിക്കലി സെർവർ സൈഡ് ക്യാഷ്ഡ് ഡാറ്റയാണ് റിഫ്രഷ് ചെയ്ത് പുതിയ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ആയിരിക്കും ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡെക്സ്റ്റേഴ്സിന്റെ റീവാലിഡേറ്റ് മെത്തേഡിലെ അതിനെ ഇമ്പോർട്ട് ചെയ്യാം.
പാത്ത് മെത്തേഡിനെ കോൾ ചെയ്യുവാണ്. അതിന്റെ അകത്ത് നമ്മുടെ URL, അതായത് റീവാലിഡേറ്റ് ചെയ്യേണ്ട ഒരു URL പാസ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ സിജു എന്നാണ് കേട്ടോ കൊടുക്കുന്നത്. സബ്മിറ്റ് ചെയ്യാം. ഇനി നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ വന്നിട്ടുണ്ടെങ്കിൽ ആ നെയിം ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പേജ് റിഫ്രഷ് ചെയ്യാതെ തന്നെ ആ നെയിം ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് റീവാലിഡേറ്റ് പാത്ത് മെത്തേഡ്. ഇതുപോലെ നിങ്ങൾക്ക് ഈ റിട്ടേൺ റിസൾട്ടിനെ നമ്മൾ ഗെറ്റിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാ, ഫെച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അതായത് ഈ പുതിയ ഡാറ്റനെ ഈ പുതിയ യൂസറിന്റെ ഇന്റർഫേസിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതാണ് നെക്സ്റ്റ്.js സെർവർ ആക്ഷൻ മെത്തേഡ്. അതായത് ഒരു നോർമൽ അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. സെർവർ സൈഡിലായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലയന്റ് സൈഡിലേക്ക് ഇത് സെക്യൂർഡ് ആയിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ നോർമൽ ഫെച്ചിങ്ങിൽ റിയൽ ടൈമിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു സെക്യൂരിറ്റി കീസ് ഒക്കെ പാസ് ചെയ്യാറുണ്ടല്ലോ, API കീ ഒക്കെ പാസ് ചെയ്യുമല്ലോ, അതൊന്നും ക്ലയന്റ് സൈഡിലേക്ക് എക്സ്പോസ് ആവില്ല. എല്ലാം നടക്കുന്നത് സെർവർ സൈഡിൽ തന്നെയായിരിക്കും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ്.js ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ട്, അതിലേക്ക് എല്ലാ ഫ്രെയിംവർക്കിന്റെയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് ഒതന്റിക്കേഷൻ എങ്ങനെയാണ് ഈ ഒരു നെക്സ്റ്റ്.js ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ്. ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റം ആയിട്ട് JWT ഫയർബേസ് ഒതന്റിക്കേഷൻ നമുക്ക് ചെയ്യാം. അതൊക്കെ ട്യൂട്ടോറിയൽസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുമല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനെ യൂസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഈ പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ഇത് നമുക്ക് ഒതന്റിക്കേഷനും യൂസർ മാനേജ്മെന്റിനും വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇത്. ഇവിടെ നമുക്ക് ഒതന്റിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സൈൻ അപ്പ്, സൈനിങ്, അതുപോലെ ഒതന്റിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടക്ടർ റൗട്ട്സിനെ എന്താ പറയാ ഒതന്റിക്കേഷനെ ബേസ് ചെയ്തിട്ട് കൺട്രോൾസിനെ ഷോ ചെയ്യുന്നത്, സൈൻ ഔട്ട്, സെഷൻ, ഡാറ്റ ഹാൻഡ്ലിംഗ് എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ റിയാക്റ്റിലും നെക്സ്റ്റ്.js അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന്റെ എല്ലാ ഫ്രെയിംവർക്സിലും നമുക്ക് ഇത് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ്.js ബൈ ഡിഫാൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ്.js ആയതുകൊണ്ട് നെക്സ്റ്റ്.jsനെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിനകത്ത് ഇവർ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇന്റഗ്രേഷൻ സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഈ ഒരു നെക്സ്റ്റ്.jsനെ npm ആണ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ്.jsൽ ഈ ഒരു ക്ലർക്കിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഒരു കമാൻഡ് ഞാൻ കോപ്പി ചെയ്യുവാണ്. അഗെയിൻ നമ്മുടെ VS കോഡിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പ്രൊജക്റ്റിൽ എൻ്റർ ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്ലർക്കിന്റെ എൻവയോൺമെന്റ് വേരിയബിളിനെ സെറ്റ് ചെയ്യണം. അതിന് .env .local ഫയൽ നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീക്രട്ട് കീ ഇല്ലേ, ഇത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക്, അതായത് പബ്ലിഷബിൾ കീയും സീക്രട്ട് കീനെയും ഈ ഒരു ഫയലിലേക്ക് കോപ്പി ചെയ്തിടുക. അപ്പം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിരിക്കും. എന്റെ ഈ കീ നിങ്ങൾക്ക് വർക്കാവില്ല, അവരൊന്നും ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ കീ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഫോൾഡറിൽ വരിക. റൂട്ട് ഫോൾഡറിന്റെ അകത്ത് .env .local ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ ഈ ഒരു 2 കീയും കോപ്പി ചെയ്തിടാം. ഇനി നെക്സ്റ്റ് മിഡിൽ വെയർസിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് എഗെയിൻ നമ്മുടെ പ്രൊജക്ടിന്റെ സോഴ്സ് ഫോൾഡർ ഡയറക്ടറിന്റെ അണ്ടറിൽ ഒരു മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് മിഡിൽ വെയർ .js എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ട്. അത് നമ്മുടെ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ TS യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് മിഡിൽ വെയർ .js ഫയലിന്റെ അകത്തേക്ക് ഈ ഒരു മിഡിൽ വെയറിനെ കോപ്പി ചെയ്തിട്ടു. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെഷൻ ഡാറ്റ ആക്സസ് ചെയ്യുന്നതും അതുപോലെ പ്രൊട്ടക്ടഡ് റൗട്ട്സ് ഒക്കെ അല്ലേ അതിനെ കോൺഫിഗർ ചെയ്യുന്നതൊക്കെ. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യും കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ കോമ്പോണന്റ് ആണ് ക്ലർക്ക് പ്രൊവൈഡർ കോമ്പോണന്റ്. നോർമൽ റിയാക്ട് കോമ്പോണന്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ എൻ്റയർ പ്രൊജക്ടിനെ റാപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പോണൻസ് ആണെങ്കിലും ഹുക്സ് ആണെങ്കിലും ഇത് ത്രൂ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ലേഔട്ട് ഫയലിലെ ഈ റൂട്ട് ലേഔട്ട് ഫയലിൽ ഫസ്റ്റ് നമ്മൾ വന്നിട്ട് ഈ ഒരു ക്ലർക്ക് പ്രൊവൈഡറിനെ ഇമ്പോർട്ട് ചെയ്യാം. ചെയ്തിട്ട് നമ്മുടെ എൻ്റയർ കോമ്പോണന്റിനെ, അതായത് ഇതിന്റെ JXS പോർഷനെ ഈ ഒരു ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലർക്ക് പ്രൊവൈഡർ കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒതന്റിക്കേഷന്റെ പോർഷനിൽ ചെയ്യേണ്ടത് സൈൻ അപ്പ് ആണല്ലേ.
അതിന് വേണ്ടിയിട്ട് ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പോണന്റ് ആണ് സൈൻ അപ്പ് കോമ്പോണന്റ്. അപ്പൊ നമ്മൾ സാധാരണ സൈൻ അപ്പ് എന്നുള്ളത് നമ്മുടെ നാവിഗേഷൻ ബാറിലല്ലേ ഉണ്ടാവുക. സോ നമ്മുടെ കോമ്പോണന്റ്സിൽ ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഈ സീരീസിലെ. അപ്പൊ നാവിഗേഷൻ ഒക്കെ റൂട്ട് ഹാൻഡ്ലേഴ്സിൽ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നാവിഗേഷനിൽ വരിക, നാവിഗേഷനിൽ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന സൈൻ ഇൻ കോമ്പോണന്റ്, സൈൻ ഇൻ ബട്ടൺ കോമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്റെ നാവിഗേഷന്റെ ലാസ്റ്റ് കോമ്പോണന്റ് ആയിട്ട് ഈ ഒരു സൈൻ ഇൻ ബട്ടൺ കോമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ മോഡ് മീൻസ് മോഡൽ ആയിട്ട് സെറ്റ് ചെയ്യുക, അതായത് നമുക്ക് സൈൻ അപ്പിന്റെ ഒരു പോപ്പപ്പ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ഇന്റർഫേസിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൈൻ ഇൻ വന്നിട്ടുണ്ട്. നാവിഗേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോപ്പപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പോപ്പപ്പ് വന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം, സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഞാനിവിടെ എന്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. സക്സസ്ഫുള്ളി സൈൻ ഇൻ ആയിട്ടുണ്ട് കേട്ടോ. വൺസ് സൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് യൂസർ ബട്ടൺ കോമ്പോണന്റ് ഈ ഒരു ക്ലർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ പ്രൊഫൈൽ അപ്ഡേഷന് വേണ്ടിയിട്ട്, സെക്യൂരിറ്റി, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ, സൈൻ ഔട്ട് ചെയ്യാനൊക്കെ പ്രൊവൈഡ് ചെയ്തതാണ് കേട്ടോ. സോ എഗെയിൻ നമുക്ക് ഇവിടെ വന്നിട്ട് സൈൻ ഇൻ ബട്ടന്റെ കൂടെ ഈ ഒരു യൂസർ ബട്ടൺ കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തിട്ട് സൈൻ ഇൻ ബട്ടൺ കഴിഞ്ഞിട്ട് ഈ ഒരു യൂസർ ബട്ടൺ കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യാം. തിരിച്ച് നമ്മൾ ഇന്റർഫേസിൽ വന്നാൽ ഈ ഒരു ബട്ടൺ കോമ്പോണന്റ് ഉണ്ട്. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ മെനു കിട്ടും. ഫസ്റ്റ് നമുക്ക് എന്താ പറയുക, മാനേജ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ട് ഇൻഫർമേഷൻസ്, ഇപ്പം എന്തെങ്കിലും പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മാനേജ് അക്കൗണ്ടിന്റെ കൂടെ തന്നെ സൈൻ ഔട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ സൈൻ ഔട്ട് ആയി. അഗെയിൻ നമുക്ക് സൈൻ ഇൻ ചെയ്യണമെങ്കിൽ സൈൻ ഇന്റെ പോപ്പപ്പ് വരും. നമുക്ക് ക്രെഡൻഷ്യൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. വൺസ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു യൂസർ ബട്ടൺ കോമ്പോണന്റ് നമുക്ക് വരും. അപ്പൊ ഇനി നമുക്ക് ഈ ഒതന്റിക്കേഷൻ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത്, അതായത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂസർ ബട്ടൺ വിസിബിൾ ആയാൽ മതി. അതുപോലെ തന്നെ വൺസ് ലോഗിൻ ചെയ്താൽ പിന്നെ നമുക്ക് ഈ ഒരു സൈൻ ഇൻ ബട്ടന്റെ ആവശ്യമില്ല. അപ്പോൾ കണ്ടീഷണലി എങ്ങനെയാണ് ഈ ഒരു ഒതന്റിക്കേഷൻ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കൺട്രോൾസ് വിസിബിൾ ആവണം, ലോഗ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഏത് കൺട്രോൾ ആണ് വിസിബിൾ ആവേണ്ടത്, ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അഗെയിൻ അതിന് വേണ്ടിയിട്ട് ക്ലർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ്, മീൻസ് രണ്ട് കോമ്പോണന്റ്സ് ആണ്, സൈൻഡ് ഇൻ കോമ്പോണന്റും സൈൻഡ് ഔട്ട് കോമ്പോണന്റും. അതായത് നമ്മൾ സൈൻഡ് ഇൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതായത് നമ്മൾ സൈൻഡ് ഇൻ ആണെങ്കിൽ മാത്രം നമുക്ക് ഒരു യൂസർ ബട്ടൺ കോമ്പോണന്റ് വന്നാൽ മതി. അതുപോലെ സൈൻഡ് ഔട്ട് ആവുമ്പോൾ മാത്രം എഗെയിൻ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈനിന്റെ ഈ ഒരു ഐക്കൺ മീൻസ് ഈ ഒരു കോമ്പോണന്റ് വന്നാൽ മതി. സോ ഞാൻ ഈ ഒരു രണ്ട് കോമ്പോണന്റിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇതിന്റെ കൂടെ സൈൻ ഇൻ കോമ്പോണന്റും സൈൻ ഔട്ട് കോമ്പോണന്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൈൻഡ് ഇൻ ആയിരിക്കുന്ന സമയത്ത്, അതായത് കണ്ടീഷണലി നമുക്ക് റെൻഡർ ചെയ്യാം. സൈൻഡ് ഇൻ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു യൂസർ ബട്ടൺ കോമ്പോണന്റ് വന്നാൽ മതി. സോ സൈൻഡ് ഇന്നെ യൂസ് ചെയ്തിട്ട് ഈ ഒരു യൂസർ ബട്ടൺ കോമ്പോണന്റിനെ റാപ്പ് ചെയ്തു. അതുപോലെ തന്നെ സൈൻഡ് ഔട്ട് ആയിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് സൈൻഡ് ഔട്ട് ആണെങ്കിൽ മാത്രം നമുക്ക് ഈ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഐക്കൺ വന്നാൽ മതി. സോ ആ ഒരു മെനുവിനെ ഞാൻ സൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റ് യൂസ് ചെയ്ത് റാപ്പ് ചെയ്തു. എഗെയിൻ നമ്മൾ ഇന്റർഫേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സൈൻ ഇൻ ആയതുകൊണ്ട് നമുക്ക് ആ സൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ പോയി. എഗെയിൻ നമ്മൾ സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് സൈൻ ഇൻ ഐക്കൺ വന്നു, നമ്മുടെ ഒരു യൂസർ ബട്ടൺ കോമ്പോണന്റ് ഇൻവിസിബിൾ ആയി. എഗെയിൻ നമ്മൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് സൈൻ ഇൻ മെനു പോയി, അതിന് പകരം നമുക്ക് ഈ ഒരു യൂസർ ബട്ടൺ കോമ്പോണന്റ് വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒതന്റിക്കേഷൻ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ട് കണ്ടീഷണലി റെൻഡർ ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത കോൺസെപ്റ്റ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൗട്ടിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൗട്ട്സിനെ ഈ ഒരു ഒതന്റിക്കേഷൻ സ്റ്റാറ്റസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചില വെബ്സൈറ്റിൽ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഒരു റൗട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആപ്ലിക്കേഷനിൽ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ഇൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ഇൻ പേജിലേക്കായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്യൂർഡ് ആയിട്ടുള്ള പബ്ലിക് അല്ലാത്ത റൗട്ട്സിനൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ ഒതന്റിക്കേഷൻ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മിഡിൽ വെയറിന്റെ ഫയൽ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ആ ഫയലിനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ പ്രൊട്ടക്ടർ റൗട്ടിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ക്രിയേറ്റ് റൗട്ടർ മാച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ ഫസ്റ്റ് ഇൻവോക്ക് ചെയ്യാം.
ഈ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് ഏത് റൗട്ടിനെയാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അപ്പൊ മൾട്ടിപ്പിൾ റൗട്ട്സിനെ നമുക്ക് അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ റൗട്ട്സ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാലോ. അപ്പൊ ഏതൊക്കെ റൗട്ട്സ് ആണോ അത് ഇതിൽ പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ നേരത്തെ സെർവർ ആക്ഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു റൗട്ട് ഇല്ലേ, സെർവർ ആക്ഷൻ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ റൗട്ടിനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. സോ ഞാൻ ആ റൗട്ടിനെ നെയിം പാസ് ചെയ്ത് കൊടുത്തു. അതിലെ എല്ലാ റൗട്ട്സും, അപ്പൊ നമുക്കറിയാം ഓരോ പേജ് ഡോട്ട് JS എന്ന് പറയുന്നതും ഓരോ റൗട്ട്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ റൗട്ടിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഡോട്ട് സ്റ്റാർ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റൗട്ട്സ് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത് എഗെയിൻ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതിന് നമുക്ക് ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഈ ക്ലർക്ക് മിഡിൽവെയർ ഫംഗ്ഷനെ ഒരു അസിങ് ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ 2 ഇൻപുട്ട് ആയിരിക്കും ഉണ്ടാകുക. ഫസ്റ്റ് ഒതന്റിക്കേഷൻ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റും രണ്ടാമത്തത് റിക്വസ്റ്റ് ഒബ്ജക്റ്റും ആയിരിക്കും. ഫൈനലി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓരോ യൂസർ ഓരോ റൗട്ടും ആക്സസ് ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്ടർ റൗട്ട് ആണോ. പ്രൊട്ടക്ടർ റൗട്ട് നമ്മൾ ഓൾറെഡി ഈസ് പ്രൊട്ടക്ടറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസ് പ്രൊട്ടക്ടറിന്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും റൗട്ട് ആണോ റിക്വസ്റ്റ് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ വരുന്നതാണെങ്കിൽ നമ്മൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓത്ത് മെത്തേഡിന്റെ പ്രൊട്ടക്ട് മെത്തേഡിനെ കോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒതന്റിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് സൈൻ ഇൻ ആണെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ആണെന്നുണ്ടെങ്കിൽ ആ പേജിനെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, റിസോഴ്സിനെ റിട്ടേൺ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ലോഗിൻ പേജിലേക്കായിരിക്കും റീഡയറക്ട് ചെയ്ത് പോകുന്നത്. നമുക്ക് എഗെയിൻ വന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ ഫസ്റ്റ് ഞാനൊന്ന് സൈൻ ഔട്ട് ചെയ്യുവാണ് കേട്ടോ. സൈൻ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ലോക്കൽ ഹോസ്റ്റിൽ ഈ ഒരു സെർവർ ആക്ഷൻ യൂസർ മെത്തേഡിനെ ആക്സസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈൻ ഔട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രെഡൻഷ്യൽ ആ ഒരു പേജ് ആയിരിക്കും വരുന്നത്. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. വൺസ് നമ്മൾ ഈ ഒരു ലോഗിൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആണെങ്കിൽ ഈ ഒരു റൗട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് പ്രൊട്ടക്ടർ റൗട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഫൈനലി നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ ലോഗിൻ ആയിരിക്കുന്ന യൂസറിന്റെ ഡീറ്റെയിൽസും റീഡ് ചെയ്യുക, അതായത് സെഷൻ ഡാറ്റ റീഡ് ചെയ്യുന്നത് നോക്കാം. അതിന് അഗെയിൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ്, ഒതന്റിക്കേഷൻ ഫംഗ്ഷനും അതുപോലെ കറന്റ് യൂസർ ഫംഗ്ഷനും. അപ്പൊ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സെർവർ കോമ്പോണന്റ് ഇല്ലേ, ഈ ഒരു കോമ്പോണന്റിൽ ഫസ്റ്റ് നമുക്ക് ഈ 2 മെത്തേഡിനെയും ഇമ്പോർട്ട് ചെയ്യാം. അതായത് ഒതന്റിക്കേഷൻ ഫംഗ്ഷനെയും കറന്റ് യൂസർ ഫംഗ്ഷനെയും. പിന്നെ ഈ 2 ഫംഗ്ഷനെയും നമുക്ക് ഈ ഒരു കോമ്പോണന്റിൽ നിന്ന് കോൾ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഒതന്റിക്കേഷൻ ഈസ് ഈക്വൽ ടു അവൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓത്ത് ഫംഗ്ഷനെ കോൾ ചെയ്യാം. അതുപോലെ തന്നെ കോൺസ്റ്റ് യൂസർ ഡീറ്റെയിൽസ് ഈക്വൽ ടു അവൈറ്റ് ഓഫ് കറന്റ് യൂസർ ഫംഗ്ഷനെയും കോൾ ചെയ്യാം. നമുക്കിത് കൺസോൾ ലോഗ് ചെയ്യാം. ഫസ്റ്റ് ഒതന്റിക്കേഷൻ, അതുപോലെ തന്നെ യൂസർ ഡീറ്റെയിൽസിനെ. ഓക്കെ, പിന്നെ ഞാൻ ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ ഇതിന്റെ 2ന്റെ നെയിം സെയിം ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. കൺസോൾ ചെയ്യുന്നത് ഈ ഒതന്റിക്കേഷൻ ഡീറ്റെയിൽ ആയിരിക്കും. നമുക്ക് റിഫ്രഷ് ചെയ്യാം. ഓൾറെഡി നമ്മൾ സൈൻ ഇൻ ആണ്. ഈ യൂസർ ഡീറ്റെയിൽസും ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാം. ലോഗിൽ പോവുക, കൺസോളിൽ പോവുക. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ 2 ഡീറ്റെയിലും നമുക്ക് ആ ഒരു ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ യൂസർ ഐ ഡി, യൂസർ ഐ ഡി, സെഷൻ ഐ ഡി, അതുപോലെ സെഷൻ ക്ലെയിംസ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, യൂസർ ഐ ഡി വെച്ചിട്ട് പിന്നെ നമ്മൾ ഡാറ്റാബേസിൽ പോയിട്ട് ആ യൂസറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഫിക്സ് ചെയ്യും. ഇനി നമ്മൾ ആ ഒരു യൂസറിന്റെ അരയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി, അതായത് യൂസറിന്റെ ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ എന്തൊക്കെയാണോ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, അതുപോലെ ഫസ്റ്റ് നെയിം, യൂസർ ഐ ഡി, ഇമേജസ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ലാസ്റ്റ് നെയിം ഡീറ്റെയിൽസ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, സൈൻ അപ്പ് മാനേജ് യൂസർ അക്കൗണ്ടിൽ മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ, അത് ചെയ്യാം. അപ്പൊ ഈ ലോഗിൻ യൂസറിന്റെ നെയിം ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നത് ഈ ഒരു കറന്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെഷനിലായിരിക്കും. ഇപ്പൊ നമ്മൾ സെർവർ കോമ്പോണൻസിലെ ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ യൂസർ ഡീറ്റെയിൽസും ആക്സസ് ചെയ്തത് ഈ ഒരു ഓത്തും അതുപോലെ കറന്റ് യൂസർ മെത്തേഡും യൂസ് ചെയ്തിട്ട്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ക്ലയന്റ് കോമ്പോണൻസിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് സെർവർ കോമ്പോണൻസിൽ ഹുക്സ് സപ്പോർട്ട് ചെയ്യില്ലല്ലോ.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒതന്റിക്കേഷൻ ആണെങ്കിൽ യൂസ് ഓത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് ഉണ്ട്, അതുപോലെ യൂസ് യൂസർ ഹുക്സ് ഉണ്ട്. ഈ യൂസർ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഡീറ്റെയിൽസ് തന്നെയാണ്. അതായത് നമ്മളിപ്പം ഈ കൺസോളിൽ കണ്ട യൂസർ ഐ ഡി, അതുപോലെ സെഷൻ ഐ ഡി, യൂസർ ഡീറ്റെയിൽസ്, ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നമുക്ക് ഈ ഹുക്സ് റിട്ടേൺ ചെയ്യുന്ന ഓരോ ഡാറ്റയും ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കാം. അത് നിങ്ങൾ സ്വന്തം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ്, ജസ്റ്റ് ഡീസ്ട്രക്ചറിങ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ.